എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് അവിടുന്ന് അങ്ങോട്ട് റിപ്ലൈ വരാത്തതെന്നറിയോ? ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് വേർഡ്സ് വെച്ചിട്ട് വേണം നമ്മൾ ചോദിക്കാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കടമൊക്കെ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? ആ, ഈ കടമൊക്കെ ഒന്ന് വീട്ടിൽ തരണേ പടച്ചോനെ, ഈ കടമൊക്കെ ഒന്ന് വീട്ടിൽ തരണേ എന്ന് പറഞ്ഞിട്ടാ. ഈ സമയത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് സൈഡിലുള്ള ഒരു ബദാം ഷേപ്പിൽ കാണുന്ന ഒരു സാധനമാണ് അമിഗ്ദല. ഈ അമിഗ്ദല എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യും. ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിവാളി എന്നർത്ഥം. അതായത് ഈ അമിഗ്ദല ട്രിഗർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ചിന്തിക്കാൻ പോലും ഇത് നമ്മളെ സമ്മതിക്കൂല. അപ്പോ ഈ പട്ടിണി മാറ്റി തരണേ, കടം വീട്ടി തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്നെ റിച്ച് ആക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാവും എന്ത്, ഇവന് റിച്ച് ആവാനാണ് ആഗ്രഹം. അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടാത്ത ആ ഒരു സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മൈൻഡിനെ തെറ്റിദ്ധരിപ്പിക്കാതെ കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ കാര്യം സ്വാഹ. പിന്നെ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മളെ റിച്ച് ആക്കാനും പുവർ ആക്കാനും ഒക്കെയുള്ള ഫങ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും.